അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോഴും അമല ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് പൊങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് സംഗീത നാടക അക്കാദമിയിലായിരിക്കും പൊതുദർശനം നടക്കുക. വിവരങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. ലിഡിയ ജേക്കബിലേക്കാണ് പോകുന്നത്. ലിഡിയ, എന്താണ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം, ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇനിയുള്ള ചടങ്ങുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ആശുപത്രിയിൽ നിരവധി ആളുകൾ അദ്ദേഹത്തിനെ കാണാനായി എത്തിയിട്ടുണ്ടോ? ജിൽസി, പി ജയചന്ദ്രൻ്റെ മൃതദേഹം ഇതുവരെയായിട്ടും മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല. ഉടനെ തന്നെ അത് പുറത്തേക്കെടുത്ത് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ മൃതദേഹം ഇവിടെ തൃശ്ശൂർ അമല ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ 8 മണിയോടെയാണ്, ഏകദേശം 8 മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. അതിനുശേഷം നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ അന്തിമോപചാരം അർപ്പിക്കാനും അദ്ദേഹത്തെ അവസാനമായി ഒരു കാണാനുമൊക്കെ MLA-മാരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അതിനുശേഷം ഇതിനുശേഷമാണ് അദ്ദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പുറത്തേക്കിറക്കി പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 8 മണിയോടെയായിരുന്നു പൂങ്കുന്നത്തെ വീട്ടിൽ ഇത്തരത്തിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. 8 മണിക്ക് അത് ആരംഭിക്കുമെന്നായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. എന്നാൽ കാര്യങ്ങൾ അല്പം വൈകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇതുവരെയായിട്ടും മൃതദേഹം മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ പുറത്തേക്ക് ഇറക്കി അങ്ങോട്ടേക്ക് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പൂങ്കുന്നത്തെ വീട്ടിലേക്ക് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വളരെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ ഇത്തരത്തിൽ അദ്ദേഹം മോർച്ചറിയിലായിരുന്നു. ഇന്നലെ ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കരൾസംബന്ധമായ രോഗത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിക്കുകയായിരുന്നു. മക്കളും അതുപോലെ ഭാര്യയുമൊക്കെ ഇന്നലെ വിയോഗ സമയത്ത് ഒപ്പമുണ്ടായിരുന്നു. 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അവരൊക്കെ പ്രിയപ്പെട്ടവർ, തൻ്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വിയോഗമൊക്കെ സംഭവിക്കുന്നത്. അത്തരത്തിൽ ഇന്ന് പൂങ്കുന്നത്തെ വീട്ടിൽ കാര്യങ്ങളൊക്കെ സ്വീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയും അവിടെ പൊതുദർശനം തുടങ്ങുകയും ചെയ്യും. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെയും സംഗീത ലോകത്തെയും സിനിമാ ലോകത്തെയും ഒക്കെ ഒരുപാട് ആളുകളെ നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഈ ഒരു മഹാപ്രതിഭയെ, സംഗീതത്തിൻ്റെ മഹാപ്രതിഭയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തി തുടങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ തൃശ്ശൂരേക്ക് ആളുകളെത്തും, വീട്ടിലേക്ക് ആളുകൾ എത്താനുള്ളൊരു സാധ്യതയുണ്ട്. ഒപ്പം 10 മണിക്ക് സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്കും ഒരുപാട് ആളുകളെത്തും. എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ഒപ്പം സിനിമാ ലോകത്തെ പ്രമുഖരൊക്കെ എത്തുക തൃശ്ശൂരിൽ സംഗീത നാടക അക്കാദമിയിലെ പൊതുദർശനത്തിലേക്കായിരിക്കും ഇവർ എത്തുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വീട്ടിലേക്കും ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നിരവധി ആളുകൾ വീട്ടിലേക്ക് വന്നു തുടങ്ങുന്നുണ്ട്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കുവാനും ഒക്കെയായി അദ്ദേഹത്തിന് ഒരു ആദര സൂചനമായി നിരവധി ആളുകൾ വീട്ടിലേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. ഇത്തരത്തിൽ 8 മണിയോടെ മോർച്ചറിയിൽ നിന്ന് എടുക്കുമെന്ന് അറിയിച്ചിട്ടുള്ളതിനാൽ അധികം ആളുകൾ ആശുപത്രിയിലേക്ക് ഈ സമയത്ത് അധികം ആളുകൾ എത്തിയിട്ടില്ല. ഇന്നലെ ഒരുപാട് ആളുകൾ ആശുപത്രിയിലേക്ക് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അധികം ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല. മിക്കവരും തന്നെ വീട്ടിലേക്കും ഒപ്പം സംഗീത നാടക അക്കാദമിയിൽ പൊതുദർശനം ഉള്ള സംഗീത നാടക അക്കാദമിയിലേക്കുമാണ് വരിക. 10 മണിയോടെ അവിടെ പൊതുദർശനം ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 12 മണി വരെയാണ് അവിടെ പൊതുദർശനം ക്രമീകരിച്ചിട്ടിരിക്കുന്നത്. അഥവാ ഇനി ആളുകൾ കൂടുകയാണെങ്കിൽ ഒക്കെ അത് നീണ്ടുപോകാനുള്ളൊരു സാധ്യത കൂടി നമ്മൾ കാണുന്നുണ്ട്. കാരണം നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി, സാധാരണക്കാരായ ആളുകൾ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ദീർഘകാലമായി തൃശ്ശൂരിൽ താമസിക്കുന്നയാളാണ് പി ജയചന്ദ്രൻ എന്ന് പറയുന്നത്. ഒരു സംഗീതജ്ഞൻ എന്നതിലുപരി ഒരു തൃശ്ശൂരുകാരുടെ ഒരു സ്വന്തം നാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് തൃശ്ശൂരുകാർ പി ജയചന്ദ്രനെ കാണുന്നത്. അത്തരത്തിൽ ആളുകളോട് ഒരു ബന്ധവും അടുപ്പവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗീതജ്ഞൻ അല്ലെങ്കിൽ സംഗീത ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ വലിയൊരു വ്യക്തി എന്നതിലപ്പുറം തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു വൈകാരിക
പ്രത്യേകമായിട്ടുള്ള അടുപ്പം തന്നെയാണ് പി ജയചന്ദ്രനുമായി തൃശ്ശൂരുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകളെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സംഗീത നാടക അക്കാദമിയിലേക്ക് നിരവധി ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂരിലെ വീട്ടിലേക്ക് ആളുകൾ, മുമ്പത്തെ വീട്ടിലേക്ക് നിരവധി ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം എറണാകുളത്ത് നാളെ സജ്ജീകരിച്ചിരിക്കുന്ന പൊതുദർശനത്തിലും നിരവധി ആളുകൾ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കാരണം എറണാകുളത്ത് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതിനോടൊപ്പം എറണാകുളം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലെ ഒരു ജനനം മുതൽ അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലവും സ്കൂൾ കാലഘട്ടമൊക്കെ എറണാകുളത്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ എറണാകുളവുമായും അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ബന്ധവും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളത്തും നിരവധി ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അത്തരത്തിലാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത്തരത്തിലാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മോർച്ചറിയിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഒക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. യെസ്, എന്തായാലും മലയാളത്തിന്റെ ഭാവഗായകന് വിട ചൊല്ലാൻ ഒരുങ്ങുകയാണ് കേരളക്കര. അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലെ അമല ആശുപത്രിയിൽ നിന്ന് പൂങ്കുന്നത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ആദ്യം പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുക. അതിനുശേഷം പിന്നീട് സംഗീത നാടക അക്കാദമിയിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും മന്ത്രിമാരടക്കമുള്ള പ്രമുഖരൊക്കെ ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേട്ട ഉടനെ തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും പറഞ്ഞ സമയക്രമത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ സമയം മാറാനിടയുണ്ട്. 8 മണിയോടുകൂടെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മൃതദേഹം ഇതുവരെ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ലിഡിയ ജേക്കബ് നൽകുന്നു.